ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ്. സംസ്ഥാന വ്യാപകമായ തട്ടിപ്പാണ്. ഇതിൽ നമ്മൾ പരാമർശിച്ചു പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് നടന്ന ഒരു തട്ടിപ്പുകളുടെ കഥയാണ്. പക്ഷേ ഇതിന്റെ വ്യാപ്തി അതിലും വലുതാണ്. 2022 പുറത്തിറങ്ങിയ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമ, ആ സിനിമയുടെ ഇതിവൃത്തമായത് മോട്ടോർ വാഹന അപകട ഇൻഷുറൻസ് തട്ടിപ്പിന്റെ കഥ കൂടിയായിരുന്നു. അത് മുകുന്ദൻ ഉണ്ണി എന്ന അഭിഭാഷകനാണ് അതിൽ തട്ടിപ്പിന്റെ സൂത്രധാരൻ. പോലീസ് ഉദ്യോഗസ്ഥരും ആശുപത്രി ജീവനക്കാരും ഇൻഷുറൻസ് കമ്പനി പ്രതിനിധികളുമൊക്കെ ഈ തട്ടിപ്പിന് സഹായം ചെയ്യുന്നുമുണ്ട്. ഇവിടെയും മറ്റൊരു അഭിഭാഷകൻ തന്നെയാണ് വില്ലനാവുന്നത്. കാട്ടാക്കട സ്വദേശി അഡ്വക്കേറ്റ് സതീഷ് കുമാർ എന്ന വ്യക്തിക്കെതിരെയാണ് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നത്. അയാളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കേസിൽ പ്രതികളാണ് എന്നതുകൂടിയാണ് പ്രത്യേകത. അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇൻഷുറൻസ് തട്ടിപ്പെന്നാണ് പരാതി. സതീഷ് കുമാറിന്റെ പേരിലുള്ള വാഹനം ഒന്നിലേറെ കേസുകളിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാളുടെ അടുത്ത ബന്ധുക്കളും അവരുടെ വാഹനങ്ങളും കേസുകളുടെ ഭാഗമാണ്. സതീഷ് കുമാറിന്റെ ജ്യേഷ്ഠൻ വിജയകുമാറിന്റെ മകൻ പ്രതിയായ 502/17 നമ്പർ കേസിൽ ഉപയോഗിച്ചത് സതീഷിന്റെ വാഹനം. എന്നാൽ തട്ടിപ്പിനെ പറ്റി അറിയില്ലെന്നും സീനിയർ അഭിഭാഷകൻ കൈകാര്യം ചെയ്ത കേസുകൾ തന്റെ പേരിലായതാണെന്നും സതീഷ് കുമാർ. എന്റെ കേസല്ല അതല്ല എന്റെ കേസൊന്നുമല്ല. ഞാന് വാദിയായിട്ട് ഫയൽ ചെയ്തിട്ടുള്ള ഒരു കേസ്, അത് അവൻ 80% ഡിസബിലിറ്റിയിൽ ബെഡ്രിഡൻ ആണ്. എന്റെ ഓഫീസിലിരുന്ന സീനിയർ അഭിഭാഷകനാണ്. 80-84 വയസ്സായിട്ടുള്ള അഡ്വക്കേറ്റാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് എന്നിൽ വക്കാലത്ത് വരുന്നത്. പക്ഷേ വക്കാലത്ത് വന്നത് ഏകദേശം എല്ലാ കേസും നമുക്ക് തോന്നിയിട്ടുള്ള കേസിൽ വാദിപ്രതികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് സെറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. വിപിൻ കുമാറിന്റെ അച്ഛൻ വിജയകുമാർ പ്രതിയായി 7, വാദിയായി 1 കേസുമുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല കേസുകളിലെ കുടുംബ ബന്ധം. വിജയകുമാറിന്റെ മകൾ വിജിയുടെ ഭർത്താവ് വിജോയ് എന്നിവർ വാദിയും പ്രതിയുമായൊക്കെ കേസുകളുണ്ട്. വിജിയുടെ കാറും വിജോയുടെ ബൈക്കുമൊക്കെ അപകടമുണ്ടാക്കിയ വാഹനങ്ങളായി രേഖകളിൽ മാറി. കുറ്റിച്ചൽ സ്വദേശി പൊന്നയ്യന്റെ മകൻ അശോകൻ പ്രതിയായി 4 കേസുകളും പരാതിക്കാരനായി 1 കേസുമുണ്ട്. അശോകന്റെ ഭാര്യ ബിന്ദുവാണ് മറ്റൊരു കേസിലെ പരാതിക്കാരി. അമ്പൂരി സ്വദേശി ഷീബയുടെ പേരിലുമുണ്ട് വാദിയായി 5 കേസുകൾ. വെള്ളനാട് സ്വദേശി ഹാരിസിന്റെ മകൻ അരുൺകുമാറാണ് മറ്റൊരു പ്രധാനി. പല കേസുകളിലും വാദിയായും പ്രതിയായും വാഹനോടമയായും ഒക്കെ അരുൺകുമാറിനെ കാണാം. പല കേസുകളിലെയും പ്രതികൾക്ക് ഒന്നിലധികം പേരുകളുണ്ട്. ഒരാളുടെ പേരിലുള്ള മെഡിക്കൽ രേഖകൾ മറ്റൊരാളുടെ പേരിലാക്കി ആൾമാറാട്ടം നടത്തിയും തട്ടിപ്പ് നടന്നതായി ഹർജിയിൽ ആരോപിക്കുന്നു. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇതാണ് തട്ടിപ്പിന്റെ കഥ. ഇൻഷുറൻസ് തട്ടിപ്പ് മുമ്പ് ഒരു കാലത്ത് സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടായി, പിന്നീട് ഇല്ലാതായി പോയ തട്ടിപ്പാണ്. പക്ഷേ ഇപ്പോഴും വൻ മാഫിയാണ് ഇതിന് പിന്നിൽ. അതായത് അഭിഭാഷകരും ഒപ്പം ഡോക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അടങ്ങുന്ന ഒരു വൻ മാഫിയാണ് ഇത്തരം തട്ടിപ്പിന് പിന്നിൽ. ഇല്ലാത്ത അപകടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് രേഖകളിൽ കൃത്രിമത്വം നടത്തി കോടതിയടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് തുക, കോടികളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നത് എന്നതാണ് സാഹചര്യം. വി അരുൺ റിപ്പോർട്ട് ചെയ്ത വി അരുൺ തന്നെ നമുക്കൊപ്പമുണ്ട്. അരുൺ, സുപ്രധാനമായ വിവരമാണ്. ഒരുപക്ഷെ ഇൻഷുറൻസ് കമ്പനികൾ മുൻകാലങ്ങളിലൊക്കെ ഇതിന് വഴങ്ങി കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഈ ആക്ഷേപം കോടതിക്ക് പിന്നിൽ വരികയും ഇതൊരു പരാതിയായി ഉയർന്നു വരുന്നതിൻ്റെയും പശ്ചാത്തലം എന്താണ്? കാരണം വ്യാപകമായ തട്ടിപ്പ് നടന്നു എന്ന നിഗമനത്തിൽ തന്നെയാണോ ഈ തരത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ മുന്നോട്ട് വന്നിരിക്കുന്നത്? ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികളാണ് ഈ പരാതി ഇങ്ങനെ നടന്നു, ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നു എന്ന് സംശയിക്കുന്നത്? സഹിത്ത് ഇത്തരം പരാതികൾ നിരന്തരം വന്നു. ഒരു വാഹനം തന്നെ പല കേസുകളിൽ ഹാജരാക്കപ്പെടുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ഇത് അന്വേഷണം ആരംഭിക്കുന്നത്. അവർ അവരുടെ രഹസ്യ സംവിധാനം ഉപയോഗിച്ച് അന്വേഷണം നടത്തുമ്പോഴാണ് ഈ തട്ടിപ്പിലേക്ക് ആദ്യം വരുന്നത്. തൂങ്ങാമ്പാറ സ്വദേശിയായ കാട്ടാക്കട തൂങ്ങാമ്പാറ സ്വദേശിയായ അഖിൽ എന്ന യുവാവിന് പറ്റിയ അപകടമാണ്. 9/8/2016 അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് വെച്ച് വാഹനത്തിൽ പോകുമ്പോൾ മറിഞ്ഞു വീണ് അപകടമുണ്ട്. ഗുരുതരമായ പരിക്ക് അഖിലിന് അതിൽ സംഭവിച്ചു എന്നുള്ള വസ്തുതയാണ്. അഖിലിനെ ആദ്യം സമീപത്തെ സ്വകാര്യ ആശുപത്രി, ഇതെല്ലാം ഈ ഹർജിയിൽ പറയുന്ന വിവരമാണ്. കോടതിക്ക് മുമ്പാകെ, അതായത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ നെയ്യാറ്റിൻകരയ്ക്ക് മുമ്പാകെ സമർപ്പിച്ച IA നമ്പർ 2/2025 പറയുന്ന കാര്യങ്ങളാണ്. ഈ അഖിലിന്റെ ചികിത്സാ രേഖകളടക്കം അവർ കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അഖിലിനെ ആദ്യം കാട്ടാക്കട തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമെന്ന് കണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ ആദ്യത്തെ ആശുപത്രി കൊണ്ടുചെല്ലുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയത് വാഹനത്തിൽ മറിഞ്ഞു വീണ പരിക്ക് എന്നുള്ളതായിരുന്നു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ ഈ രേഖകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇത് വാഹനം ഇടിച്ചുള്ള അപകടമായി മാറുന്നു. അതായത് നെയ്യാറ്റിൻകര വഴി ഇദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു ബൈക്ക് വന്ന് ഇടിച്ച്, അതായത് KL 01 AG 7333 എന്ന ബൈക്ക്, അത്
ഒരു ചന്ദ്രൻ്റെ ഉടമസ്ഥയിലുള്ള ബൈക്കാണ്. ആ ബൈക്ക് വന്ന് ഇടിച്ച് പരിക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പിന്നീട് അത് മാസങ്ങൾക്ക് ശേഷം ഒരു പൊതുതാൽപര്യ ഹർജിയായി കോടതിയിൽ വരുന്നു. കോടതി സ്വാഭാവികമായും പോലീസ് കേസെടുക്കാത്ത വിഷയമായതുകൊണ്ട് തന്നെ കോടതിയിൽ ഇടപെടലുണ്ടാകണം. കോടതി ഇത് അന്വേഷിക്കാൻ കാട്ടാക്കട പോലീസിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് മംഗലത്തുകോണം സ്വദേശി ചന്ദ്രൻ്റെ ബൈക്കാണ് ഈ ഇടിച്ചതെന്നൊക്കെ പോലീസ് കണ്ടെത്തുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത്. ആ ബൈക്ക് പിന്നീട് മറ്റു ചില 4 കേസുകളിൽ കൂടി സമാനമായി ഇതേ ഇൻഷുറൻസ് കമ്പനിക്ക് മുമ്പാകെ 4 കേസുകളിൽ കൂടി ആ ബൈക്ക് ഈ ഇടിച്ച വാഹനമായി വരുന്നു. ചന്ദ്രൻ ചിലതിൽ പ്രതിയായിട്ടുണ്ട്, ചിലതിൽ വാദിയായിട്ടും ഒക്കെ ചന്ദ്രൻ്റെ പേര് വരുന്നു. അങ്ങനെയാണ് ഇൻഷുറൻസ് കമ്പനി അന്വേഷണം ആരംഭിക്കുന്നത്. അവിടെയാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ ഒരു ചങ്ങല തന്നെ വരുന്നത്. ആ കാട്ടാക്കട സ്വദേശിയായ ഒരു അഭിഭാഷകൻ സതീഷ് കുമാറാണ് ഈ കേസുകളിൽ പലതിലും വക്കാലത്ത് ഇട്ടിട്ടുള്ളതെന്ന് ഈ ഇൻഷുറൻസ് കമ്പനി കോടതിയിൽ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല ഈ അഭിഭാഷകന്റെ വാഹനം തന്നെ പല കേസുകളിലും ഇടിച്ച വണ്ടിയായും ഓടിച്ചു പോകുന്ന വണ്ടിയായും ഒക്കെ ഈ അപകടം സംഭവിക്കുന്ന ആൾ ഓടിച്ചു പോകുന്ന വണ്ടിയായും ഒക്കെ ഹാജരാക്കപ്പെടുന്നുണ്ട്. അത് മഹസർ ഈ കേസിൽ ചേർക്കപ്പെടുന്നുണ്ട്. ഒരു കേസാകട്ടെ സതീഷിന്റെ വണ്ടി തന്നെ ഇടിച്ച് അപകടമുണ്ടാകുന്നു. ആ അപകടം സ്വാഭാവികമായും സതീഷിന്റെ വണ്ടിയാകുമ്പോൾ ആരുപയോഗിച്ചു എന്നുള്ളത് പിന്നീട് ചോദ്യമാണ്. ആ ഉണ്ടായ ആൾക്ക് വേണ്ടി ഹാജരാകുന്നു സതീഷാണ്. അങ്ങനെ തികച്ചും വൈരുദ്ധ്യം നിറഞ്ഞ പല നടപടികളും ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെയാണ് ഈ കമ്പനി ഇത് അന്വേഷണം ആരംഭിക്കുകയും വലിയൊരു ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തത്. ഇതൊരു വലിയൊരു ചങ്ങല തന്നെ ഇതിന് പിന്നിലുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ആളുകൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ സഹായികൾ, അവരുമായി അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ചങ്ങല തന്നെ ഇതിലുണ്ട്. പല ആളുകൾ ഇതിന് ബന്ധമുണ്ട്. ഇതൊരു അഭിഭാഷകൻ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. പോലീസിൻ്റെ എഫ്ഐആർ വേണം. ഇങ്ങനൊരു അപകടം നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ ഒരു എഫ്ഐആർ വേണം. അത് സ്ഥലപരിശോധന നടത്തി മഹസർ രേഖപ്പെടുത്തി വേണം പോലീസ് തയ്യാറാക്കേണ്ടത്. സാക്ഷിമൊഴികൾ വേണം. ഈ എല്ലാ സാക്ഷിമൊഴികളും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എല്ലാ എഫ്ഐആറുകളും തയ്യാറാക്കപ്പെടുന്നുണ്ട്. പോലീസ് ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ 3 ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് പലപ്പോഴായി മാറി മാറി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് അപകടം നടന്നു, അതുകൊണ്ട് എഫ്ഐആർ ഇടണമെന്ന ആവശ്യം വാങ്ങി വരുന്നുണ്ട്. പലതിലും ഇവർ ഇതിനകം തന്നെ ക്ലെയിം വാങ്ങി എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഈ കമ്പനി പരാതിയുമായി ഇറങ്ങുമ്പോൾ പിൻവലിച്ചു പോയ പരാതികളുമുണ്ട്. അങ്ങനെ നിരവധി പരാതികൾ ഇവിടെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നെയ്യാറ്റിൻകര കോടതിയിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഈ കമ്പനി ഇപ്പോൾ ആരോപിക്കുന്നത്. കമ്പനി പരാതിയുമായി കോടതിയിൽ എത്തിയിട്ടുള്ളത്. കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഈ പരാതിയുള്ളത്. 60 പേരെയാണ് ഇതിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. 9 സബ് ഇൻസ്പെക്ടർമാർ ഈ കേസിൽ ഇപ്പോൾ നിലവിൽ പ്രതികളായി ചേർത്തിട്ടുണ്ട്. കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ ടി സുരേന്ദ്രൻ അടക്കമുള്ള 12 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 3 സർക്കാർ ഡോക്ടർമാരുണ്ട്, ഒരു അഭിഭാഷകനുണ്ട്, വേറെയും നിരവധി ആളുകൾ. ഈ 60ഓളം പേർ ഇതിൽ പല കേസുകളിലായി ഇതിനകം ഈ പ്രതിപട്ടികയിലുണ്ട്. ഇത് ഒരു ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നു എന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികം അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണവും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും അത്യന്തം ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പ് തന്നെയാണ് നടക്കുന്നത്. കോടിക്കണക്കിന് ഇത് ഏറ്റവും നേരത്തെ ഇൻട്രോയിൽ വായിച്ചതുപോലെ ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രദേശത്ത് മാത്രം, അതായത് കാട്ടാക്കട കേന്ദ്രീകരിച്ച് നടന്ന ഒരു തട്ടിപ്പ് മാത്രമാണ്. മറ്റു ചില പ്രദേശങ്ങളിലെ ആളുകൾ അടക്കം ഇതിൽ ഉണ്ട്. ഒരു നിരവധി 60ഓളം പേരുടെ പട്ടിക നമ്മുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഇതിൽ ഈ ആരോപണ വിധേയരുടെ പട്ടികയുണ്ട്. അവർക്ക് അവരുടെ ഭാഗം പറയാനും ഉണ്ടാകും. പക്ഷേ വളരെ കൃത്യമായി ഒരു വാഹനം തന്നെ പല കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നു. ഒരു അഭിഭാഷകൻ തന്നെ അടുത്ത ബന്ധുക്കൾ, രക്തബന്ധുക്കൾ അടക്കമുള്ളവർ ഈ കേസുകൾ ഉൾപ്പെടുന്നു. അദ്ദേഹം അതിനുവേണ്ടി വാദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനം പിടിച്ചുണ്ടായ അപകടത്തിലും അദ്ദേഹം ഈ വാദിഭാഗത്തിന് വേണ്ടി രംഗത്ത് വരുന്നു. അങ്ങനെ തീർത്തും വിചിത്രമായ ഞെട്ടിക്കുന്ന തരത്തിലുള്ള തട്ടിപ്പാണ് ഈ മോട്ടോർ വാഹന ക്ലെയിമുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 2022 മുകുന്ദുണ്ണി അസോസിയേറ്റഡ് സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ പലർക്കും അതൊരു അതിശയമായി തോന്നിയിരിക്കാം. പക്ഷേ ആ അതിശയം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അത് മാത്രം ഒരു ഉപജീവനമാക്കി ജീവിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ തട്ടിക്കപ്പെടുന്നുണ്ട്. വ്യാജ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. വ്യാജ എഫ്ഐആറുകൾ തയ്യാറാക്കപ്പെടുന്നു. കോടതികളെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എഫ്ഐആർ ഇടാൻ നിർബന്ധമാകുന്നു. ജനങ്ങൾക്ക് പോലീസിൽ നീതി ലഭിച്ചില്ലെങ്കിൽ, പോലീസ് നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അപ്പോൾ വേണം ഈ പൊതുതാൽപര്യ ഹർജിയിലോടുകൂടി കോടതികൾ ഇടപെടുന്നത്. പക്ഷേ അവിടെ ഈ മോട്ടോർ വാഹന അപകട കേസുകളിൽ കോടതികളെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ എഫ്ഐആർ ഇടിക്കുന്നത് അത്യന്തം ഗുരുതരമായ സ്ഥിതിവിശേഷം കൂടി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ട്.